ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബാങ്കുകളിൽ പ്രധാനമായും പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ലഭ്യമാണ്. സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ താഴെ നൽകുന്നതാണ്. സേവിങ്സ് അക്കൗണ്ട് സാധാരണക്കാർക്ക് പണം സമ്പാദിക്കുവാനും സൂക്ഷിക്കുവാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അക്കൗണ്ടാണ്. അക്കൗണ്ടിലെ തുകയ്ക്ക് ബാങ്ക് പലിശ നൽകുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് കറണ്ട് അക്കൗണ്ട് ആണ്. ബിസിനസ് നടത്തുന്നവർക്കും സ്ഥാപനങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടാണിത്. ദിവസേന എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും ഇതിൽ സാധിക്കുന്നതാണ്. എന്നാൽ അക്കൗണ്ടിലെ തുകയ്ക്ക് സാധാരണഗതിയിൽ പലിശ ലഭിക്കുന്നതല്ല. അടുത്തത് സ്ഥിര നിക്ഷേപ അക്കൗണ്ടാണ്. ഒരു നിശ്ചിത തുക ഒരു പ്രത്യേക കാലയളവിലേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഉയർന്ന പലിശ ഇതിന് ലഭിക്കുന്നതാണ്. എന്നാൽ കാലാവധി എത്തുന്നതിന് മുമ്പ് പണം പിൻവലിച്ചാൽ പലിശയിൽ കുറവ് വരും, അല്ലെങ്കിൽ പിഴ നൽകേണ്ടി വരുന്നതാണ്. അടുത്തത് ആവർത്തന നിക്ഷേപ അക്കൗണ്ടാണ്. എല്ലാ മാസവും ഒരു ചെറിയ തുക വീതം ബാങ്കിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. മാസം തോറും ചെറിയ തുകകൾ സമ്പാദിച്ച് വലിയൊരു തുകയാക്കി മാറ്റുവാൻ ഇത് സഹായിക്കുന്നതാണ്. അടുത്തത് സാലറി അക്കൗണ്ട് ആണ്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനായിട്ട് സ്ഥാപനങ്ങളുമായി ചേർന്ന് ബാങ്കുകൾ തുടങ്ങുന്ന അക്കൗണ്ടാണിത്. ഇതിൽ സാധാരണയായിട്ട് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് NRI അക്കൗണ്ടുകളാണ്. പ്രവാസികൾക്കായിട്ട് ബാങ്കുകൾ നൽകുന്ന പ്രത്യേക അക്കൗണ്ടുകളാണ്. NRE, NRO, FCNR തുടങ്ങിയവ വിദേശ വരുമാനം നാട്ടിലേക്ക് അയക്കുവാനും നാട്ടിലെ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.